വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കേന്ദ്ര നിയമം തടസ്സമാകുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. മനുഷ്യജീവന് സംരക്ഷണം നൽകേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ലെന്നാണ് കേന്ദ്ര നിയമം. നാട്ടിൻപുറത്ത് കാണുന്ന മൂർഖൻ പാമ്പിനെ പോലും തല്ലിക്കൊല്ലാൻ അനുവാദമില്ല. ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യാനാവില്ലെന്ന് EP ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണ്. അതിന് പകരം രാജിവെച്ച പ്രശ്നമില്ല. ഇവിടെ ആന 2 പേരെ കുത്തിക്കൊന്നു. കഴിഞ്ഞ 16 മുതൽ ഏതാണ്ട് ഇതുവരെയുള്ള നോക്കിയാൽ ഏതാണ്ട് 190-190 ആളുകളെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊലചെയ്തിട്ടുള്ളത് ശരിയാണ്. ഭീകരമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടക്കുന്നത്. ആ ആക്രമണങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ നിരോധിക്കാൻ നിയമവ്യവസ്ഥ നടത്തുന്നത് ചെയ്യും. ആദ്യം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് ഈ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ട അധികാരം സംസ്ഥാന ഗവൺമെൻറ്റാണ്. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട അധികാരം, ജനങ്ങളെ രക്ഷിക്കേണ്ട അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിനെ സംരക്ഷിക്കാനുള്ളതാണ് അവരുടെ നിയമം. ആ നിയമമാണ് അവർ മാറ്റേണ്ടത്. ആ നിയമം മാറ്റാതെ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള അധികാരം, അതാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ്. എല്ലാവരെയും രക്ഷിക്കേണ്ട അധികാരം കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. അതാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ എല്ലാവരും സഹകരിച്ച് ഏതെങ്കിലും പാർട്ടി നോക്കിയിട്ടോ പാർട്ടി പ്രശ്നങ്ങളോ ഒന്നുമല്ലത്. ഇതൊരു പൊതു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെ പരിഹാരം കാണാൻ എല്ലാവരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു പാമ്പിനെ തല്ലിക്കൊല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല. പാമ്പിനെ പിടിച്ച് നേരെ കാട്ടിൽ കൊണ്ടുപോയി കടുവ, പന്നി, ഏത് മൃഗങ്ങളാകട്ടെ കൊല്ലാനുള്ള അധികാരമില്ല. കൊന്നാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും. അപ്പം ഇതിനു മുമ്പ് ഇടുക്കിയിലും തിരുവല്ലയിൽ ഒരു പട്ടാളക്കാരൻ അദ്ദേഹം ഒരു കടുവ ആക്രമണം അദ്ദേഹത്തിൻ്റെ കൈവശം കൊണ്ട് പിച്ചാത്തിയെടുത്ത് അതുമായി ഏറ്റുമുട്ടി അതിനെ ഉണ്ടായിട്ട് അനുഭവം അദ്ദേഹത്തിൻ്റെ പേരും കേസ് കൊടുത്തു, റിമാൻഡ് ചെയ്തു, ജയിലിലായി. ആക്രമിക്കുന്ന കടുവയെ പോലും കൊന്നതിൻ്റെ അനുഭവങ്ങളാണ് നിയമപരമാണ്. ആ നിയമം ഇവിടെ ഉണ്ടാക്കിയത് 80-ലും 84-ലും. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാം അറിയുന്നത്. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.